പെൺകുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പയ്യനെ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. ആ വന്ദനേച്ചിക്ക് പയ്യനെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്ഥിതിക്ക് നമുക്ക് മറ്റു കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം. അതെ, എനിക്കൊരു സംശയമുണ്ട്, ചോദിക്കാവോ? ചോദിക്കാമല്ലോ, അമ്മ ചോദിക്കണം. കല്യാണം കഴിയുമ്പോഴേ ദിയമോളുടെ കാര്യം ദിയമോളന്റെ മകന്റെ സ്വന്തം കുട്ടിയായി, എന്റെ സ്വന്തം പേരക്കുട്ടിയായി ഞങ്ങളുടെ വീട്ടിൽ കഴിയും. അതല്ല, എന്നാലും കല്യാണം കഴിഞ്ഞിറങ്ങുമ്പോ കല്യാണ പെണ്ണിന്റെ കൂടെ ഒരു പെങ്കൊച്ചും കൂടി ഉണ്ടെന്നറിഞ്ഞ അതിൽ ഞങ്ങൾക്ക് അഭിമാനക്കുറവൊന്നും തോന്നുന്നില്ല. ഇനി പയ്യനും പെൺകുട്ടിക്കും സ്വകാര്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആകാം. ഇല്ലേ മാധവ? ആയിക്കോട്ടെ. ചെല്ലുമോനെ. വന്ദനെ എനിക്കും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. ഇനി അറിയേണ്ടത് വന്ദനയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ എന്നാണ്. എന്റെ ഇഷ്ടത്തിനല്ല പ്രസക്തി. അച്ഛനമ്മമാർക്കും എന്റെ തീമോൾക്കും ഗൗതമിനും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കും ഇഷ്ടം. അപ്പോ വന്ദനയ്ക്ക് സ്വന്തമായൊരു ഇഷ്ടമില്ല അല്ലേ? എന്നല്ല, എന്റെ ജീവിതത്തില് പല സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടതും എടുക്കുന്നതും അവരാ. വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്കാ അതിനുള്ള സ്വാതന്ത്ര്യം. അത് മറന്ന് നമ്മൾ അവരുടെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതാ തെറ്റ്. നന്നായി. വന്ദനയുടെ ഈ പക്വത അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാ. എന്റെ ഭാര്യയെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു, അവൾക്ക് എന്നെയും. നല്ലൊരു കുടുംബജീവിതത്തിന് തുടക്കം കുറിച്ചപ്പോഴാ പെട്ടെന്നുള്ള അവളുടെ മരണം. അതെന്നെ വല്ലാതെ ഉലച്ചു. ഇനിയൊരു വിവാഹബന്ധമേ വേണ്ട എന്നായിരുന്നു എന്റെ തീരുമാനം. പക്ഷേ എന്റെ അമ്മയുടെ നിർബന്ധം. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒറ്റയ്ക്കായി പോകുമെന്ന ആവലാതി, അതാ ഒടുവിൽ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. സോമനങ്ങൾ വന്ദനയെക്കുറിച്ച് പറഞ്ഞപ്പോ എന്റെ മനസ്സിലുണ്ടായ സങ്കല്പങ്ങൾ, അതൊക്കെയാ വീണ്ടും ഒരു പെണ്ണുകാണൽ ചടങ്ങിന് എന്നെ പ്രേരിപ്പിച്ചത്. വന്ദനയെ കണ്ടപ്പോ എന്റെ സങ്കല്പങ്ങളെക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന പെൺകുട്ടിയാണെന്ന് എനിക്ക് ബോധ്യമായി. എനിക്ക് വന്ദനയെ ഒത്തിരി ഇഷ്ടമായി. ഇനി എനിക്കറിയേണ്ട ഒരു പ്രധാന കാര്യം, ഞാനൊരു രണ്ടാം കെട്ടുകാരനാണെന്നുള്ള അനിഷ്ടം വന്ദനയ്ക്കുണ്ടോ? ഇല്ല. എന്റെ ചരിത്രം അറിയാലോ. രാജീവ് മേനൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെന്നേ ഉള്ളൂ. മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ഭർത്താവായി സ്വീകരിച്ചവളാ ഞാൻ. അപ്പൊ ഫലത്തിൽ മനസ്സുകൊണ്ട് ഞാനൊരു രണ്ടാം കെട്ടുകാരിയല്ലേ. ദീമോളെ ഞാൻ പ്രസവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അവളെനിക്ക് സ്വന്തം മോളാ. നമ്മുടെ കല്യാണം കഴിഞ്ഞ എനിക്ക് കിട്ടുന്നതിനേക്കാൾ സ്നേഹവും പരിഗണനയും അവക്ക് കൊടുക്കണം. അവൾ അന്യാണെന്നൊരു തോന്നൽ ഒരു നോട്ടം കൊണ്ട് പോലും ഉണ്ടാവാൻ പാടില്ല.
ടെൻഷൻ അടിക്കേണ്ട വന്ദന. എന്റെ അമ്മ ദിയമോളെ സ്വന്തം പേരക്കുട്ടിയെ അംഗീകരിച്ചത് പരസ്യമായിട്ടല്ലേ? അവള് നമ്മളോടൊപ്പം ജീവിക്കുമെന്ന് ഉറപ്പ് കൊടുത്തത് ഓർക്കുന്നില്ലേ? അമ്മയ്ക്ക് അവള് സ്വന്തം പേരക്കുട്ടിയാണെങ്കിലേ എനിക്ക് അവള് സ്വന്തം മകളാ. ആ കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട. ദിയമോക്ക് ഞാനൊരു രണ്ടാനച്ഛനല്ല, അച്ഛൻ തന്നെ ആയിരിക്കും. വേറെ എന്തെങ്കിലും എന്നോട് ചോദിക്കാനോ പറയാനുണ്ടോ വന്നെനിക്ക്? ഒന്നും പറയാനില്ല. ഇനി വിവാഹം നടത്തുന്ന കാര്യത്തില് എനിക്കൊരു സജഷനുണ്ട്. ആർഭാടമായ വിവാഹ ചടങ്ങുകളൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഒരു താലികെട്ട്. എന്റെ ആഗ്രഹം അത് തന്നെയാ. കൊള്ളാം. അപ്പോ എല്ലാ കാര്യത്തിലും നമ്മൾ തമ്മിലൊരു മനപ്പൊരുത്തമുണ്ട്. ഇനിയെല്ലാം സർവേശ്വരൻ തീരുമാനിക്കട്ടെ, അല്ലേ? അരമണിക്കൂറാണ് നീ എന്നെ പോസ്റ്റ് ആക്കിയത്. സോറി എളിയ, നാളത്തെ MLA സമയം അപകരിച്ചതിന് കട്ട സോറി. അല്ല, ആളിന്ന് നല്ല ഹാപ്പി മൂഡിലാണല്ലോ. എന്തോ കാര്യമായ കോൾ ഒത്തിട്ടുണ്ട്. അങ്ങനെ കരുതിക്കോ. വന്ദനെ അങ്ങനെ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് ഈ ജഗന്റെ ഹൃദയത്തിലേക്ക് നടന്നടുത്തിരിക്കുന്നു. ആഹാ, എന്നിട്ട് എന്നിട്ടെന്താ, അവൾക്കായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന സിംഹാസനത്തില് അവള് വൈകാതെ ഇരിക്കും. കൊള്ളാം. എന്നിട്ട് ഇരുന്നില്ലേ നിന്റെ റാണി? എടാ, സപ്രമഞ്ചം ഒരുക്കാനുള്ള സമയം കഴിഞ്ഞ്. ഇനിയൊന്നും അധികം വൈകില്ല. എന്നെ കാണുമ്പോ അവളുടെ കണ്ണുകളിൽ പ്രണയത്തിന്റെ നില ഉദിച്ചു തുടങ്ങി. എനിക്ക് വന്ദനോട് പ്രണയമാണെന്ന് മാധവനങ്ങളോ ചന്ദ്രകാമയോ അറിഞ്ഞിട്ടില്ല. അധികം വൈകാതെ ഞാൻ അവരെ അറിയിക്കും. ഗുഡ്. അങ്ങനെ കേറി വാളിയ. നിങ്ങൾ ഒന്നിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആള് ഞാനാ. പക്ഷേ നിന്റെ അച്ഛൻ കുറുപ്പ് സാറിന്റെ കാര്യം ഓർക്കുമ്പോഴാ വലിയ പോരാട്ടം തന്നെ നടത്തേണ്ടി വരും മോനെ. ഒരു പ്രണയ വിപ്ലവം. ഏത് വിപ്ലവത്തിനും ഈ ജഗൻ തയ്യാറാ. എനിക്കെന്റെ വന്ദനെ വേണം. ആരടാ, വന്ദനയാണോ? ഇതെന്റെ അമ്മായിമ്മ ചന്ദ്രികാമ്മ. ആ, എടുക്കെടുക്ക്. അമ്മേ. മോനെ, ഒരു കാര്യം പറയാനാ ഞാനിപ്പം വിളിച്ചേ. എന്താ അമ്മേ? ഒരു സന്തോഷ വാർത്തയുണ്ട്. എനിക്കുണ്ട് അമ്മയോടൊരു കാര്യം പറയാം. അത് ഞാൻ നേരിട്ട് പറയാം. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുക. ആണോ? എങ്കി മോൻ പറ, കേക്കട്ടെ. ആദ്യം അമ്മയുടെ സന്തോഷ വാർത്ത കേൾക്കട്ടെ. മോനെ, ഒരമ്മയുടെ അച്ഛന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? അമ്മയുടെ അങ്കിളിന്റെ ആഗ്രഹം ആ സ്വപ്ന വീടല്ലേ, മധുചന്ദ്രിക. അത് ശരിയാ. എന്നാ അതുപോലെ വളരെ പ്രധാനപ്പെട്ട, ചിലപ്പോ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യ. അതാ ഞാൻ പറയാൻ വിളിച്ചേ. മോനോട് തന്നെ അത് ആദ്യം പറയണമെന്ന് എനിക്ക് തോന്നി. ഞങ്ങളുടെ കുടുംബത്തിലെ ഏത് നല്ല കാര്യത്തിനും, സന്തോഷമുള്ള കാര്യമായാലും സങ്കടമുള്ള കാര്യമായാലും ഒപ്പം ഒരാളായി നിൽക്കുന്നത് മോനല്ലേ. അപ്പൊ പിന്നെ മറ്റാരേക്കാളും മുന്നേ ആ കാര്യം അറിയേണ്ടത് മോൻ തന്നെയല്ലേ. നമ്മ കാര്യം പറ. അതെ, വന്ദനയുടെ വിവാഹം ഉറപ്പിച്ചു. മാധവേട്ടന്റെ സുഹൃത്ത് സോമേട്ടൻ കൊണ്ടുവന്ന ആലോചനയാ. എല്ലാം കൊണ്ടും വളരെ നല്ല ആലോചനയാ. വന്ദന സമ്മതിച്ചോ? അവള് സമ്മതിച്ചു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല.
പ്രത്യേകിച്ച് നമ്മുടെ ദീമോളുടെ മുഴുവൻ ഉത്തരവാദിത്വവും അവൾ ഏറ്റെടുത്ത സ്ഥിതിക്ക്. പക്ഷേ ദൈവം അവളുടെ കണ്ണു തുറപ്പിച്ചു. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പക്ഷെ മോനെ, എന്റെ ആൺമക്കളൊക്കെ പിണക്കത്തില. അവര് സഹകരിക്കുമെന്ന് എനിക്ക്. ഉണ്ടമ്മേ. സമയം ഞാൻ അറിയിക്കാം. മോനെ, മോനെ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, കേക്കട്ടെ. ഒന്നുമില്ലമ്മേ. മോന് ഇങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു, നേരിൽ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തു പറ്റി? ഒന്നുമില്ല. മോന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? അതമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. ആണോ? എങ്കിൽ മോൻ ആ കാര്യം പറ, ഞാൻ കേക്കട്ടെ. ഞാൻ പറഞ്ഞില്ല അമ്മ ഒന്നുമില്ലെന്ന്. അമ്മ, എന്റെ ഫ്രണ്ട് ശിവപ്രസാദ് വന്നു. ഞാൻ അങ്ങോട്ട് വിളിക്കാം. വിളിക്കണേ മോനെ. മോൻ പറയുന്ന കാര്യം കേൾക്കാൻ അമ്മ കാത്തിരിക്കുക. ശരി അമ്മേ, അമ്മ ഫോൺ വെച്ചോ. ശരി മോനെ. ജഗ, എന്തു പറ്റിയടാ? എന്താ നിന്റെ കണ്ണ് കറഞ്ഞിരിക്കുന്നത്? എന്തുപറ്റി? എന്തുപറ്റിന്ന് കാര്യം പറ. ഒന്നുമില്ല, നീ ഇപ്പൊ പൊയ്ക്കോ. എനിക്ക് കുറച്ചേരം ഒറ്റയ്ക്കിരിക്കണം. എടാ, എന്ത് കാര്യമുണ്ടെങ്കിലും നീ പറ, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം. ഇല്ലെന്ന് പറഞ്ഞില്ലേ? നീ ഇപ്പൊ പോ, നമുക്ക് പിന്നെ സംസാരിക്കണം. അതെ, വന്ദനയുടെ വിവാഹം ഉറപ്പിച്ചു. അവള് സമ്മതിച്ചു. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലായിപ്പോയി. ജോലിയിൽ നിന്ന് പിരിഞ്ഞപ്പോ കിട്ടിയ പണം മുഴുവനും മനോജിന് കൊടുത്തില്ലേ? കയ്യിൽ ഒരു ന്യായ പൈസ എടുക്കാനുണ്ടോ? വിവാഹത്തിന് ലളിതമായ രീതിയിൽ ഒരു താലികെട്ട് മാത്രം മതിയെന്ന് പയ്യൻ പറഞ്ഞത് വലിയൊരു അനുഗ്രഹമായി അല്ലേ മാധവ? എന്താ മോളെ? ആർഭാടമായൊരു വിവാഹത്തിന് മണ്ഡപത്തില് വലതുകാല് വെച്ച് കയറിയവളല്ലേ ഞാൻ. എന്നിട്ട് തീരാ കണ്ണീരോടെ ഇറങ്ങിപ്പോരേണ്ടി വന്നില്ലേ? അതുകൊണ്ട് ആർഭാടമായിട്ട് ഒരു ചടങ്ങും വേണ്ട. ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ ഒരു താലികെട്ടൽ ചടങ്ങ് മാത്രം മതി. അതിനുള്ള നിവൃത്തിയെ നമുക്കുള്ളൂ. പെണ്ണുകാണൽ ചടങ്ങ് കഴിഞ്ഞ ഉടനെ വിക്രമും വർഷയും പോയി. വിക്രമിനോട് കൂടുതലൊന്നും പറയാനും പറ്റിയില്ല.
ഏതായാലും നീയൊന്ന് ഫോൺ ചെയ്തതല്ലേ ഉള്ളൂ. പെണ്ണ് കാണാൻ ചടങ്ങിന് കൃത്യമായിട്ട് അവൻ വന്നില്ലേ? അവനെ ഹൃദയമുള്ളവനാ. വർഷമോളുടെ വിവാഹത്തിന് ശേഷം ഈ കുടുംബത്തെ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാ. വളരെ വില കൂടിയ ഒരു ഗിഫ്റ്റ് തന്നെ വിക്രം വന്ദനയ്ക്ക് കരുതിയിട്ടുണ്ടാവും. അച്ഛമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നൂടെ? ഗിഫ്റ്റിന്റെ ഒരു കുറവേ ഉള്ളൂ. വിക്രമിന്റെ എന്നല്ല, ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരു ഗിഫ്റ്റും വാങ്ങുന്നില്ല. എന്റെ കല്യാണത്തിൽ പോലും വിക്രം വരാൻ പാടില്ല. എന്താ മോളെ വിക്രമിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ ഈ കുടുംബത്തിന്റെ മരുമകൻ മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് ഈ കുടുംബം കടത്തെ മുങ്ങാതെ രക്ഷിച്ച ദൈവം കൂടിയാ. അതൊക്കെ മറന്നുപോയോ നീ? ഒന്നും മറന്നിട്ടില്ല. വിവാഹം ലളിതമായിരിക്കണം എന്നല്ലേ തീരുമാനം? വിക്രമിനെ പോലെ ഒരു കോടീശ്വരൻ കൂടെ ഉണ്ടാവുമ്പോ അത് ആർഭാടത്തിന്റെ ലെവലിലേക്ക് മാറും. അത് വേണ്ടെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നിന്റെ ഈ ദേഷ്യമൊക്കെ കാണിക്കേണ്ടത് നിന്റെ സഹോദരന്മാരോടാ. പെങ്ങളുടെ പെണ്ണുകാണൽ ചടങ്ങിന് അരമണിക്കൂർ പോലും ചെലവഴിക്കാത്ത അവരുടെ തിരക്ക്. ജന്മങ്ങൾ. അവര് കല്യാണം കൂടാൻ പാടില്ലെന്ന എന്റെ ആഗ്രഹം. മാധവ, വന്ദന എന്തൊക്കെ പറഞ്ഞാലും വിവാഹ ചടങ്ങിന് വിക്രമിനെ നീ നേരിട്ട് പോയി വിളിക്കണം. ആ, വയസ്സുകാലത്ത് നമുക്ക് ആരാ ഉതകുന്നതെന്ന് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഇനി അതിനെ ചൊല്ലിയൊരു തർക്കം വേണ്ട. വിവാഹം തടസ്സം കൂടാതെ നടക്കുന്നതിനുള്ള കുടുംബക്ഷേത്ര പൂജ നടത്തണം. ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കിയെന്ന് വെച്ച് ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ചേച്ചിയെ പെണ്ണ് കാണാൻ വന്ന ഗൗതമിനെ കുറിച്ച് ഏട്ടൻ അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ. നല്ല പയ്യനാ. ഈ ബന്ധം നടക്കുവാണെങ്കിൽ എനിക്ക് മുറപ്രകാരം ജെന്റിൽമാനായ ഒരു ഏട്ടനെ കൂടെ കിട്ടും. അതിന്റെ ഒരു ത്രില്ലിലാ ഞാൻ. ഉന്നത കുടുംബം, ഉയർന്ന ജോലി, ഉയർന്ന വിദ്യാഭ്യാസം. ചേച്ചിക്ക് ദേവി എല്ലാ ഉയർച്ചകളും ഒരുമിച്ച് കൊടുത്ത് അനുഗ്രഹിക്കുക. ദൈവം അങ്ങനെയാ. താഴ്ത്തുമ്പോ പരമാവധി അടിച്ചു താഴ്ത്തും, എന്നാൽ ഉയർത്തുമ്പോ പരമാവധി ഉയർത്തിക്കൊണ്ടേയിരിക്കും. ചേച്ചിക്കിനി ഉയർച്ചയുടെ ദിവസങ്ങളാ. ചേച്ചിയോടുള്ള വെറുപ്പൊക്കെ മാറിയോ? വെറുപ്പും തെറ്റിദ്ധാരണയൊക്കെ എനിക്ക് ചേച്ചിയോടായിരുന്നില്ല, ചേച്ചിക്ക് എന്നോടായിരുന്നില്ലേ. സമയം മാറിയ സ്ഥിതിക്ക് ചേച്ചിയുടെ പെരുമാറ്റത്തിനും മാറ്റം ഉണ്ടാവും. ആ, നീ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ടോ? സോറി, എടുത്തു വെക്കാൻ ഞാൻ മറന്നുപോയി. അത് സാരമില്ല, ചില ഗൗതം ആയുർവേദ മരുന്നുകളിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം എന്ന വിഷയത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവൻ, ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടർ അല്ലേ? എന്റെ ബിസിനസിന്റെ അസ്ഥിവാരത്തിലേക്ക് തൂലിക തുളച്ചിറക്കുന്നവൻ, എന്റെ ആജന്മ ശത്രുവായ വന്ദനയും ഗൗതമും ഒന്നിച്ചു കഴിഞ്ഞാ പിന്നെ വിക്രം ഉണ്ടാവില്ല. വിക്രമിന്റെ സാമ്രാജ്യം തന്നെ നിലംപൊത്തിയിരിക്കും. അതുകൊണ്ട് ആ വിവാഹം നടക്കാൻ പാടില്ല, നടക്കാൻ അനുവദിക്കില്ല ഞാൻ.
എന്താടോ സാഗറെ, എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കുന്നറിയോ? ഒന്നുമില്ലേലും ഞാനൊരു പഴയ MLA ആണെന്നുള്ള കാര്യം നാം മറന്നോ? അയ്യോ, അങ്ങനൊന്നും വിചാരിക്കില്ല സാറേ. വലിയവനെന്നും വലിയവൻ തന്നെയാണ്. ആ ഒരു ബഹുമാനം കുറുപ്പ് സാറിനോട് എനിക്ക് എന്നും ഉണ്ടാവും. ആ മതി 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 മതി. താനെന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അപ്പോ കുറുപ്പ് സാർ ഇതൊന്നും അറിഞ്ഞില്ലേ? വന്ദനയുടെ വിവാഹം ഉറപ്പിച്ചു. വിവാഹം ഉറപ്പിച്ചെന്നു? ആരോട്? എപ്പോ? എവിടെ വെച്ച്? ഒരു പത്രപ്രവർത്തകനുമായിട്ട്, ഗൗതം. അപ്പൊ മാപ്രയാണ്. സത്യം പറയാലോ സാഗറെ, നിന്നാണ് ഈ ഊരെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അത് കൊള്ളാം. കുറുപ്പ് സാറിന്റെ സ്വന്തം മരുമോനല്ലേ മനോജ്? ആ മനോജിന്റെ സ്വന്തം പെങ്ങളല്ലേ വന്ദന? എന്നിട്ട് മനോജ് പോലും സാറിനോടൊരു വാക്ക് പറഞ്ഞില്ലേ? പറയില്ല. തന്റെ ഇടിയും അഹങ്കാരിയുമായ വന്ദന പറഞ്ഞു കാണും കുറുപ്പ് സാറിനെ ഒന്നും അറിയിക്കേണ്ടെന്ന്. ഓ, എന്ത് പിന്നാക്കെങ്കിലും ആവട്ടെ, അവളുടെ വിവാഹം നടന്നു കിട്ടിയാ മതി. എനിക്കത് മതി, ഞാൻ തൃപ്തനാണ്. അല്ല എന്താ? എടൂ, ജഗനിപ്പോഴും ഏത് നേരവും വന്ദനയുടെ പറയില്ലല്ലേ? എന്റെ മോള് ഹരിത ഗർഭം ധരിച്ചത് പ്രമാണിച്ച് അവളുടെ സുഖവിവരം അന്വേഷിക്കാൻ പോകുന്നു അവൻ ആദ്യം പറഞ്ഞത്. ഇടൂ, ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. ഈ പാവം. പക്ഷേ ഇപ്പൊ കേൾക്കുന്നു ജഗൻ അവളോട് പ്രേമത്തിലാണെന്ന്.